കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിനെ പറ്റി പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നത് അല്ലേ. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു. ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബേസ് ഫ്ലോയും അതുപോലെ തന്നെ ഡയറക്റ്റ് റൺ ഓഫ്, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്നും ബേസ് ഫ്ലോയെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ടോട്ടൽ ഹൈഡ്രോഗ്രാഫിൽ നിന്നും ബേസ് ഫ്ലോയെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് അല്ലേ. അതായത് റൺ ഓഫ് കാരണം, ഒഴുകി വരുന്ന വെള്ളം കാരണം ഒരു വാട്ടർ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസ്ചാർജസ്, അതിൻ്റെ പ്ലോട്ടായിരുന്നു ഹൈഡ്രോഗ്രാഫ്. സോ അതിൽ ബേസ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ആ റിവറിൽ ഉണ്ടാകുന്ന പോർഷൻ ഓഫ് വാട്ടർ, ആ വാട്ടറിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരുന്നു ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. നെക്സ്റ്റ് കൺസെപ്റ്റാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ഈ DRH പോലെ തന്നെ, DRH തന്നെയാണത്, പക്ഷെ എൻ്റെ പേര് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്നാണ്. സോ എന്താണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കാം. DRH, that is direct runoff hydrograph, resulting from one unit depth of rainfall excess occurring uniformly over the basin at a uniform rate for a specified duration of d hours. എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. എന്തിൽ നിന്ന് കിട്ടുന്നത്? റിസൾട്ടിങ് ഫ്രം വൺ യൂണിറ്റ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ എക്സസ്. റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞാൽ ഇതേക്കൂടെ എന്താണ്? നമ്മുടെ റൺ ഓഫ് തന്നെയാണ്. പക്ഷേ ആ റൺ ഓഫിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ DRH പറഞ്ഞപ്പോൾ എന്താ, ആ DRHൽ നമുക്ക് ഫൈനലി കിട്ടിയ വാല്യൂ അല്ലെങ്കിൽ റൺ ഓഫ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയിരുന്നില്ല, അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരുന്നില്ലേ. പക്ഷേ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രോഗ്രാഫിൻ്റെ ഡെപ്ത് ഓഫ് റൺ ഓഫ്, ആ ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമ്മൾ റൺ ഓഫിൻ്റെ ഡെപ്ത് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ യൂണിറ്റ് ഡെപ്തിലുള്ള റൺ ഓഫ് കൊണ്ട് അവിടെ ആ റിവറിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ്, അതിൻ്റെ പ്ലോട്ടാണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കണം? അതിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഒക്കറിങ് യൂണിഫോംലി ഓവർ ദി ബേസിൻ. ഓക്കെ, ആ റെയിൻഫോൾ അല്ലെങ്കിൽ അവിടുത്തെ റൺ ഓഫ് എല്ലാം യൂണിഫോംലി ആയിരിക്കും, ആ ബേസിനിൽ യൂണിഫോം ആയിട്ടായിരിക്കും അത് കിട്ടുന്നത്. അതുപോലെ തന്നെ അറ്റ് എ യൂണിഫോം റേറ്റ്, ആ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളും യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റൺ ഓഫും യൂണിഫോം ആയിരിക്കും ഫോർ എ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ ഓഫ് d hours. നമ്മളൊരു പർട്ടിക്കുലർ അവറിൽ ഉണ്ടാകുന്ന റെയിൻഫോൾ ആയിരിക്കും. ആ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? യൂണിഫോം ആയിട്ടായിരിക്കും ആ ബേസിനിൽ പെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റൺ ഓഫ്, ആ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ആ ബേസിൻ്റെ ഏതൊരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്താലും അവിടുത്തെ റൺ ഓഫ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ അങ്ങനെ ഒഴുകി വരുന്ന 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഡെപ്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജസ്, അതിൻ്റെ വാല്യൂ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. സോ അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന് പറയുന്നത്. ഇറ്റ്സ് എ DRH. അത് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്, ബട്ട് ദ റിസൾട്ടിങ് ഫ്രം എ യൂണിറ്റ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ എക്സസ്. 1 സെൻറ്റിമീറ്റർ റൺ ഓഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്ലോട്ട്, അതാണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ മറ്റേ DRHയുടെ കേസ് ഇപ്പോൾ പറഞ്ഞായിരുന്നു. അവിടുത്തെ വോളിയം ഓഫ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? R ഇൻറ്റു ഏരിയ ഓഫ് ക്യാച്ച്മെൻറ്റ് അല്ലേ. R എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൺ ഓഫ് ഡെപ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്യാച്ച്മെൻറ്റ്. നിങ്ങൾ ഓർത്തെടുക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോളിയം ഓഫ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ R-ൻ്റെ സ്ഥാനത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു റൺ ഓഫ് 1 സെൻറ്റിമീറ്റർ, അതിൽ നിന്നും കിട്ടുന്ന പ്ലോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടുത്തെ വാല്യൂ, R-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇൻറ്റു ഏരിയ ഓഫ് ക്യാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് റൺ ഓഫ് കിട്ടും. ഓക്കെ, ഇനി വോളിയം ഓഫ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ആ ഗ്രാഫിൻ്റെ DRH എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഏരിയ ആയിരുന്നു അവിടുത്തെ വോളിയം, ശരിയല്ലേ? സോ ആ ഒരു DRHയുടെ ഏരിയ ആണ് അവിടുത്തെ വോളിയം. അതെന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? റൺ ഓഫ് ഡെപ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്യാച്ച്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്താ സംഭവം എന്ന്. വളരെ സിമ്പിളാണ്. നമ്മുടെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിനെ തന്നെയാണ് നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ് അവിടുത്തെ R വാല്യൂ, യൂണിറ്റ് ഡെപ്ത് ആയിരിക്കും അവിടുത്തെ റെയിൻഫോൾ എക്സസ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
പിന്നെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി ആ ബേസിൽ ഫുൾ ആവും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന റൺ ഓഫ് എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആയിരിക്കണം, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം ആ ബേസിനിൽ. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇത് അതിൻ്റെ ആ ഡെഫിനിഷൻ തന്നെയാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സംഭവം നമ്മളിപ്പോൾ പറഞ്ഞത് സെയിം തന്നെയാണ്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ, സെയിം തന്നെ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 അവർ ഉണ്ടായ റെയിൻഫോൾ, 3 അവർ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻഫോൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി യൂണിഫോം ആണ്. ആ റെയിൻഫോൾ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആ ഏരിയയിൽ. അതായത് അതിൽ നിന്ന് വരുന്ന റൺ ഓഫ് ആ ബേസിന് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ അങ്ങനെ കിട്ടുന്ന ഒരു ഹൈഡ്രോഗ്രാഫ്, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പെയ്ത മഴ, അതിൽ നിന്നുണ്ടായ റൺ ഓഫ്, അത് 1 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള റൺ ഓഫ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ 1 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള റൺ ഓഫ് കാരണം റിവറിലുണ്ടാകുന്ന ഡിസ്ചാർജസ് വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ഹൈഡ്രോഗ്രാഫ്. ആ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നമ്മൾ 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ബിക്കോസ് 3 അവറിൽ നമുക്ക് കിട്ടിയ റെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്. ഓക്കെ, സോ എത്ര അവറാണ് നമ്മുടെ ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോഗ്രാഫിൻ്റെ പേര് പറയുന്നത്. ഇപ്പോൾ 4 അവർ പെയ്തൊരു മഴയാണ്, 4 അവർ കൊണ്ട് നമുക്കൊരു മഴ കിട്ടി. ആ മഴ കൊണ്ട് യൂണിറ്റ് ഡെപ്ത് ഓഫ് റൺ ഓഫ് ഉണ്ടായി. അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ചാർജസ്, അതിൻ്റെ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയും. ഓക്കെ, സോ ഡി അവേഴ്സ്, ആ സ്പെസിഫൈഡ് ടൈം, അതിനെയാണ് നമ്മൾ 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ 2 സ്ലൈഡിൽ. ഇനി നമ്മൾ പറയുന്നത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ അസംഷൻസ് ആണ്. നമുക്കറിയാം എല്ലാ തിയറിക്കും ഓരോ അസംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനും ഒരു കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 2 അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എഫക്റ്റീവ് റെയിൻഫോൾ, നമ്മുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര സമയമാണോ മഴ പെയ്യുന്നത് അത്രയും സമയത്തും റെയിൻഫോൾ, അവിടെ വീഴുന്ന മഴയെന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാ പോയിന്റിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ അതാണ് ഫസ്റ്റ് അസംഷൻ. നെക്സ്റ്റ് അസംഷൻ പറയുന്നത്, ഈ ഫസ്റ്റ് 2 പോയിന്റ് കോമൺ ആയിപ്പോയി കേട്ടോ, അത് ഞാൻ നോട്ട് വരുമ്പോൾ ഞാൻ മാറ്റിത്തരാം. ഓക്കെ, സോ ഒരെണ്ണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡും, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻറ്റും ആയിരിക്കണം. ദെൻ തേർഡ് പറയുന്നത്, ഇപ്പം ആ ഒരു ബേസിൽ തന്നെ 3 അവർ മഴ പെയ്തു. ഓക്കെ, അതിന് കുറച്ച് ഒരു എന്താ പറയുക 3-4-5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു 3 അവർ മഴ പെയ്തു. ഓക്കെ, സോ അങ്ങനെ സെയിം ഈ ഡ്യൂറേഷനിലുള്ള റെയിൻഫോൾ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സെയിം ഡ്യൂറേഷനിലുള്ള റെയിൻഫോൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. രാവിലെ 3 അവറിൽ നമുക്കൊരു മഴ ഉണ്ടാകുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവിടെ ഹൈഡ്രോഗ്രാഫും അതേ എഫക്റ്റ് ഉള്ളൊരു റെയിൻഫോൾ, സെയിം പ്രോപ്പർട്ടി ഉള്ളൊരു റെയിൻഫോൾ അതേ ഡ്യൂറേഷനിൽ വൈകുന്നേരം 3 അവർ പെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 2 കേസിലും കിട്ടുന്ന ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ്. സോ അതിൻ്റെ ടൈം ബേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹൈഡ്രോഗ്രാഫിൻ്റെ ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. സോ ഹൈഡ്രോഗ്രാഫ് സിമിലർ ആയിരിക്കും, പ്രൊവൈഡഡ് ആ എഫക്റ്റീവ് റെയിൻഫോളിൻ്റെ ഡ്യൂറേഷനും പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടൈം ഇൻവേരിയൻസ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ടൈം ഇൻവേരിയൻസ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് ഓഫ് റെയിൻഫോൾ, അതായത് ഇപ്പോൾ നമ്മൾക്കൊരു ബേസിനുണ്ട്. ഓക്കെ, ഈ ബേസിൽ ഇപ്പോൾ ഒരു മോർണിംഗിൽ നമുക്കൊരു മഴ കിട്ടി. മോർണിംഗിൽ കിട്ടിയ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ളൊരു മഴയാണെന്ന് വിചാരിക്കും. 4 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ളൊരു മഴയായിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആദ്യം പെയ്ത മഴയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ആദ്യമായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും അവിടെ ഇൻഫിൽട്രേഷൻ ലോസ് കൂടുതലായിരിക്കും. ശരിയല്ല, ആദ്യം എന്ന് പറഞ്ഞാൽ സോയിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. സോ ഇനിഷ്യലി ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക, അവിടെ ഇൻഫിൽട്രേഷൻ ലോസ് ഒക്കെ കൂടുതലായിരിക്കും. അത് സെയിം ബേസിനിൽ തന്നെ കുറേ കഴിഞ്ഞൊരു അല്ലെങ്കിൽ വൈകുന്നേരം അല്ല അടുത്ത ദിവസം വേറൊരു മഴ പെയ്തു. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ളൊരു മഴയാണ് പെയ്തത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറ്റുക, ആദ്യം പെയ്ത മഴയിൽ ഇൻഫിൽട്രേഷൻ ലോസ് കൂടുതലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഓൾറെഡി അവിടെ ആ സോയിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ഇപ്പം അല്ലെ, ആദ്യത്തെ മഴയിൽ നിന്ന് കുറച്ച് മോയ്സ്ചറൊക്കെ കിട്ടി, ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇരിക്കുന്ന സോയിലാണ്. സോ അവിടെ ഇൻഫിൽട്രേഷൻ ലോസ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ശരിയല്ലേ? പക്ഷേ നമ്മൾ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തിയറിയിൽ അസംഷൻ ചെയ്യുന്നത് മഴ എപ്പോൾ വേണേൽ പെയ്തോട്ടെ, എപ്പോൾ പെയ്ത മഴ ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ആവില്ല.
ഇനിഷ്യലി എത്ര ഇൻഫിൽട്രേഷൻ ലോസ് ഉണ്ടോ ആ ഇൻഫിൽട്രേഷൻ ലോസ് തന്നെ ആയിരിക്കും പിന്നീടുള്ള എല്ലാ മഴയ്ക്കെന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ മഴ എപ്പോൾ പെയ്ത മഴയാണെങ്കിലും അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ടൈം മാറുന്നതനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിനൊന്നും ചേഞ്ച് വരുന്നില്ല. അതായത് അത് ഉദ്ദേശിക്കുന്ന ആ ഇൻഫിൽട്രേഷൻ ലോസിൻ്റെ കേസാണ്. അങ്ങനെ ഉണ്ടാകുന്ന ലോസിനെ ഒന്നും പല പലതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ആദ്യത്തെ മഴയ്ക്ക് നമ്മൾ എങ്ങനെ എടുക്കുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ആ ബേസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് റെസ്പോൺസ് ഓഫ് റെയിൻഫോൾ വുഡ് ബി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം വെൻ ഇറ്റ് അക്കർ. ആ മഴ എപ്പോൾ സംഭവിച്ചു അല്ലെങ്കിൽ എപ്പോൾ പെയ്തു എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമേ അല്ല. അതിൻ്റെ എല്ലാം നമ്മൾ പ്രോപ്പർട്ടി സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ടൈം ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹാസ് ലീനിയർ റെസ്പോൺസ്. ഇനി ലീനിയർ റെസ്പോൺസ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്കൊരു ഡി അവർ ഡ്യൂറേഷനിൽ റെയിൻഫോൾ എക്സസ് കിട്ടിയെന്ന് വിചാരിക്കാം. എനിക്ക് ഒരു ഡി അവർ ഡ്യൂറേഷനിൽ കിട്ടിയ റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത് ആർ ടൈംസ് യൂണിറ്റ് ഡെപ്താണ്. അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവിടെ കിട്ടിയ റെയിൻഫോൾ എക്സസ് എന്ന് വിചാരിക്കുക, അതായത് റൺ ഓഫ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ റൺ ഓഫ് 6 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ the ordinate of the resulting DRH. DRHന്റെ ഓർഡിനേറ്റ്സ് എന്ന് എന്താണ് നമുക്ക് തരുന്നത്? ഡിസ്ചാർജ് ആണ് തരുന്നത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ചാർജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്തായിരിക്കും? R ടൈംസ് ദ ഓർഡിനേറ്റ്സ് ഓഫ് ദി യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ റൺ ഓഫിൽ നിന്ന് നമ്മൾ വരച്ചതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് അല്ലേ? ഇപ്പം നമുക്ക് അവിടെ കിട്ടിയ മഴയുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ഓഫിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ R ടൈംസ് ദ യൂണിറ്റ് ഡെപ്ത് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് DRH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ R ടൈംസ് ആയിരിക്കും ആ കിട്ടിയ ഡയറക്റ്റ് റൺ ഓഫിൻ്റെ ഓരോ ഓർഡിനേറ്റ്സും. ശരിയല്ലേ? നമുക്കറിയാം യൂണിറ്റ് ഡെപ്ത് വെച്ച് നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര റൺ ഓഫ് ഡെപ്ത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ കിട്ടിയ റൺ ഓഫ് ഡെപ്ത് ഇൻറ്റു ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ വാല്യൂ ചെയ്താൽ പോരെ. ഓക്കെ, നിങ്ങളിത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് 1 സെൻറ്റിമീറ്ററിൽ നിന്നും മഴയിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ റൺ ഓഫിൽ നിന്ന് കിട്ടിയ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ വാല്യൂസ് നമുക്കറിയാമെങ്കിൽ എത്ര ഡെപ്തിലുള്ള റൺ ഓഫ് വന്നാലും എത്ര ഡെപ്തിലുള്ള റൺ ഓഫ് അവിടെ വന്നാലും അതിൻ്റെ DRH ഓർഡിനേറ്റ്സ് മീൻസ് അതിൻ്റെ അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R ടൈംസ് ദ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ റൺ ഓഫിൽ നിന്ന് കിട്ടിയ DRH വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ R ടൈംസ് അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ കാരണമുള്ള ഒരു റെയിൻ്റെ 6 സെൻറ്റിമീറ്റർ റൺ ഓഫ് കൊണ്ടുണ്ടാവുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R ഇൻറ്റു ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, സോ പക്ഷേ പ്രൊവൈഡഡ് അവിടുത്തെ ഡ്യൂറേഷൻ നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷനും ഇപ്പം പെയ്ത മഴയുടെ ഡ്യൂറേഷനും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം, D hours ആയിരിക്കണം. അതിൽ വ്യത്യാസം വരാൻ പാടില്ല. രണ്ടും മഴയും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത റെയിനിൻ്റെ ടോട്ടൽ ടൈമും ഇപ്പം അവിടെ ഉണ്ടാകുന്ന മഴയുടെ ടോട്ടൽ ടൈമും അതിൻ്റെ ടൈം സെയിം ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്കിപ്പോൾ പെയ്യുന്ന മഴയുടെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്രയാണോ നമുക്ക് അവിടെ ഇപ്പോൾ റൺ ഓഫ് ഡെപ്ത് കിട്ടിയത്, 6 ആണ് കിട്ടുന്നതെങ്കിൽ R ഇൻറ്റു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓരോ ഓർഡിനേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹൈഡ്രോഗ്രാഫ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്തായിരിക്കും? അതിൻ്റെ ഡ്രെയിനേജ് ബേസിൻ്റെ പ്രോപ്പർട്ടിയെ കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ ഉണ്ടാകുന്ന ആ മഴ കാരണം നമുക്ക് കിട്ടുന്ന ഹൈഡ്രോഗ്രാഫ്. ആ ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആക്ച്വലി അത് അങ്ങനെ അല്ല. ആക്ച്വലി ആ അസംഷൻസ് ഒക്കെ കുറച്ച് പ്രോബ്ലമാണ്. ഒരിക്കലും ഇത് മാച്ചായി വരില്ല. പക്ഷേ നമ്മൾ പറയുന്ന പോലെ എല്ലാ തിയറിയും നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഇതും ഹൈഡ്രോഗ്രാഫ് തിയറി അല്ലെങ്കിൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തിയറിയുടെ കുറച്ച് അസംഷൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഗ്രാഫ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തിയറിയുടെ അസംഷൻസ്. ഓക്കെ, സോ നിങ്ങൾ ഒന്നുകൂടി ഇതൊന്ന് വായിച്ചു നോക്കുക, തറവാക്കുക, ഒന്നുകൂടെ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ഇതാണ്, പക്ഷെ ഒന്ന് കേൾക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, സോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. യൂണിറ്റ് ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം, അത്രേ ഉള്ളൂ വ്യത്യാസം. സോ ഇതാണ് അതിൻ്റെ അസംഷൻസ്. നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്? നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ DRH ഡിറൈവ് ചെയ്തെടുത്തില്ലേ, ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് അല്ലെ? അത് നമ്മൾ വരച്ചായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ?
ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും. ഇത് സെയിം തന്നെ നമുക്കൊരു ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മഴയുടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ സംഭവിച്ച ഒരു മഴയുടെ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ ആ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം സ്റ്റെപ്സ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ആ ഹൈഡ്രോഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു പർട്ടിക്കുലർ മഴയുടെ ഹൈഡ്രോഗ്രാഫ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമ്മൾ ബേസ് ഫ്ലോയെ സെപ്പറേറ്റ് ചെയ്യും. ബേസ് ഫ്ലോയെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ DRH അല്ലെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് കൊണ്ട് ആ റിവറിൽ ഉണ്ടാവുന്ന ഡിസ്ചാർജിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിന് സെയിം സ്റ്റെപ്സ്. ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് DRH കിട്ടും. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്തത്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്, അവിടുത്തെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു അല്ലേ. സോ ആ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു DRHൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ശരിയല്ലേ, ആ ഒരു DRHൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ ഏരിയ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അവൻ്റെ ഓർഡിനേറ്റ്സിൻ്റെ സം അല്ലേ, ടോട്ടൽ ഓർഡിനേറ്റ്സ്, ആ DRHൻ്റെ ടോട്ടൽ ഓർഡിനേറ്റ്സിൻ്റെ സം ഇൻടു ഡിസ്ചാർജ് ഇൻ്റർവെൽസ്, നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്ത ഇൻ്റർവെൽസിനോട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ആ DRHൻ്റെ ഏരിയ കിട്ടിയത്. ശരിയല്ലേ. സോ ഏരിയ ഓഫ് DRH എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, അവിടുത്തെ വോളിയം ഓഫ് റൺ ഓഫ് ആയിരുന്നു. ഇത് ഓർമ്മയില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് തന്നെയാണ്. അപ്പം സിഗ്മ ഓർഡിനേറ്റ്സിൻ്റെ സം ഇൻറ്റു ഇവിടെ T എന്ന് കൊടുത്തിട്ടുള്ളൂ. T എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജ് ഇൻ്റർവെൽ ആണ്, ഡിസ്ചാർജ് മെഷർ ചെയ്യുന്ന ഇൻ്റർവെൽ, ഇൻറ്റു 3600. അത് ചെയ്ത് എന്തിനായിരുന്നു, അവറിലാണ് എങ്കിൽ അതിന് നമ്മൾ സെക്കൻഡിലേക്ക് ആക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വോളിയം ഓഫ് DRH കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, അപ്പോൾ വോളിയം കിട്ടി. ഇനി നമുക്ക് ഡെപ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ആ ഡയറക്റ്റ് റൺ ഓഫിൻ്റെ വോളിയം ഓഫ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ കാച്ച്മെൻറ്റ് ഏരിയ ചെയ്തു. ശരിയല്ലേ. സോ അങ്ങനെ ഡിവൈഡഡ് ബൈ കാച്ച്മെൻറ്റ് ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവിടുത്തെ റൺ ഓഫിൻ്റെ ഡെപ്ത് കിട്ടി. ഓക്കെ, സോ അവിടുത്തെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഡെപ്ത് കിട്ടി. സോ ഇത് ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ നമുക്ക് DRH കിട്ടി, നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കണം. ഓക്കെ, DRHൻ്റെ ഗ്രാഫ് ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് ആയിരുന്നു. ആ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിലെത്തി. ഇനി ആ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഓർഡിനേറ്റ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫില്ലേ, ആ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ കിട്ടിയ റൺ ഓഫ് ഡെപ്ത്. ഓർഡിനേറ്റ് ഓഫ് ഓരോ ഓർഡിനേറ്റ് ഡിവൈഡഡ് ബൈ റൺ ഓഫ് ഡെപ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർഡിനേറ്റ്സ് ആണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ്. അപ്പോൾ ഓരോ ഓർഡിനേറ്റ്സ്, അതായത് ഓരോ ഡിസ്ചാർജും ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓരോ ഡിസ്ചാർജ് വാല്യൂ ഡിവൈഡഡ് ബൈ അവിടുത്തെ റൺ ഓഫ് 6 ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്നും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സ്റ്റെപ്സ്, ഈ ഒരു സ്റ്റെപ്പ് വരെ ഡയറക്റ്റ് റൺ ഓഫ് ഡെപ്ത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്. അവിടെ വരെ അതുപോലെ തന്നെ ചെയ്യുക. ദെൻ എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ വരും. എന്താണ് ആ സ്റ്റെപ്പ്, ആ DRHൻ്റെ ഓരോ ഡിസ്ചാർജ് വാല്യൂ, ഓരോ ഓർഡിനേറ്റ് വാല്യൂവിനെയും നമുക്ക് കിട്ടിയ ഈ ഡയറക്റ്റ് റൺ ഓഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, ഇത്രയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നമ്മൾ എങ്ങനെ 3 hour ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സ്റ്റെപ്സ് അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 6 വരെയുള്ള വാല്യൂ കിട്ടും. 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ഓരോ ഓർഡിനേറ്റ്സിനെയും ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ റൺ ഓഫ് ഡെപ്ത്, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫ്ലഡ് ഹൈഡ്രോ ഒരു 3 hour 3 hour പെയ്ത ഒരു റെയിൻഫോൾ, 3 hour ആയിരുന്നു അവിടുത്തെ റെയിൻഫോൾ. അതിൽ നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ പോയത് എപ്പോഴാണ്, 6 മണിക്കൂർ കൂടുമ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ പോയത്. അപ്പോൾ ആ ഒരു ഡിസ്ചാർജ് വാല്യൂസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബേസ് ഫ്ലോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഏരിയ ഓഫ് കാച്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്.
ഇത് 3 hour പെയ്ത റെയിൻഫോൾ. ആ 3 hourൽ റൺ ഓഫ് ഡെപ്ത് 1 cm അല്ല, ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി മഴയായിരിക്കും, റൺ ഓഫ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സെയിം ഡ്യൂറേഷനിൽ തന്നെയുള്ള മഴയുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അതായത് സെയിം ഡ്യൂറേഷനിൽ തന്നെ അവിടെ ഒരു 1 cm ഡെപ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മഴ പെയ്യുകയാണെങ്കിൽ, 3 hourൽ തന്നെ 1 cm ഡെപ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മഴ പെയ്യുവാണ് എങ്കിൽ അതിൻ്റെ ഓർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയൊരു മഴയാണ് പെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. സോ ഈ ഓരോ ഗ്രാഫുകൾ പല ടൈമിലെ പല ഇൻറ്റൻസിറ്റി പല ഡെപ്തിൻ്റെ എല്ലാ ഗ്രാഫുകളും നമ്മുടെ ഹൈഡ്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ ഓരോ ഹൈഡ്രോഗ്രാഫിനെ വെച്ചിട്ടാണ് അവർ എന്താ പറയുക, ഇപ്പം മഴ പെയ്തപ്പോൾ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ആ ഡാമിൻ്റെ കപ്പാസിറ്റിയിലെത്തും അല്ലെങ്കിൽ ഇത്ര ഡിസ്ചാർജിലെത്തും എന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത്. സോ ഈ എല്ലാ അവറിലെ ഹൈഡ്രോഗ്രാഫും പല ഇൻറ്റൻസിറ്റിയിലുള്ളത്, പല കണ്ടീഷൻസിലുള്ള, പല ഫിസിക്കൽ എന്താ പറയുക അത്രയ്ക്ക് ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന റെയിൻസിൻ്റെ വരെ എത്ര മണിക്കൂറുകൾ പെയ്യുന്ന മഴയുടെ വരെയുള്ള ഗ്രാഫുകൾ ഓൾറെഡി അവർക്ക് അവൈലബിൾ ആണ്. സോ ഈ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് അവർ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. സോ അവരുടെയിലുള്ള എല്ലാ ഗ്രാഫും അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് അവർ ഈ ഡാം തുറക്കേണ്ട സമയവും ഇത്ര പീക്കിലെത്തും, അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഡാം തുറക്കണം, അങ്ങനെയൊക്കെയുള്ള ടൈം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഹൈഡ്രോഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഡെപ്തിലുള്ള ഒരു ഹൈഡ്രോഗ്രാഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഡെപ്തിലേക്കും നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ വേറെ ഏതൊരു ഡെപ്തിലുള്ള ഹൈഡ്രോഗ്രാഫിൻ്റെ ഡിസ്ചാർജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക.